ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പഠിക്കുക, നല്ല കോൺഫിഡൻസോടെ ഇരിക്കുക. ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് നീറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട, അവിടെ പോയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾറെഡി ഇതിൽ പലർക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ പറയുന്ന എല്ലാം അതേപോലെ അനുസരിക്കണം, അത് തന്നെയാണ് എക്സാം ഹാളിൽ ചെയ്യേണ്ടത് എന്നൊന്നും ഞാൻ ഒരിക്കലും ആരോടും പറയാറില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റർ ലേണിംഗിന് നിങ്ങളോട് പറയാനുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്ത് മാറാം. പിന്നെ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും നമ്മളുടെ ലൈഫിനെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രക്ചർ ആക്കി അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകാൻ നമുക്ക് എങ്ങനെ ചെയ്യാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം, നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ തന്നെ എടുക്കുക. നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ തന്നെ എടുക്കുക. അത് മറ്റാരും നമുക്ക് വേണ്ടി വന്ന് ചെയ്തു തരില്ല എന്ന സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ പൈലറ്റ് ആവണം, അല്ലെങ്കിൽ ആർമിയിൽ പോകണം, ഇതൊക്കെ എല്ലാവരുടെയും വലിയ ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളോ. പക്ഷെ സ്വപ്നങ്ങൾ മാത്രമായി അത് നിലനിൽക്കുക തന്നെ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം, ഈ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഉറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഉറപ്പായിട്ട് നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുക തന്നെ വേണം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു നീറ്റ് എഴുതി ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ JEE എക്സാം പോലത്തെ, അല്ലെങ്കിൽ കീമ് പോലത്തെ ഒരു എൻട്രൻസ് എക്സാം എഴുതി കേരളത്തിലെയോ അല്ലെങ്കിൽ ഒരു NIT-യിലോ അല്ലെങ്കിൽ ഒരു IIT-യിലോ ആണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരും ഇത് വീട്ടിൽ കൊണ്ട് തരത്തില്ല. ഈവൻ എനിക്കും അത് പോസിബിൾ അല്ല. എന്റെ പോസിബിലിറ്റി ഇവിടെ എനിക്ക് പോസിബിളേ അല്ല. നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുക, നിങ്ങളെ പഠിപ്പിക്കുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നമുക്ക് നീറ്റ് എക്സാം കിട്ടൂല. നിങ്ങൾ തന്നെ വിചാരിക്കണം. പണ്ട് ഉള്ളവർ പറയാറുണ്ട്, താൻ പാതി ദൈവം പാതി. അതൊക്കെ ചുമ്മാതാണ്. താൻ പാതി ദൈവം പാതി ഒന്നുമല്ല. ദൈവവിശ്വാസം വേണം. ദൈവത്തിനോട് ഒരു ദൈവവിശ്വാസവും ഒരു ഭയവും ഒക്കെ ഉള്ളത് നല്ലതിനാണ്. അതിനകത്തൊന്നും ആർക്കും യാതൊരു സംശയമില്ല. പക്ഷെ 100% നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മളത് ചെയ്യുന്നത് കാണുമ്പം നമുക്കുള്ള വഴി ചിലപ്പം ഒടേ തമ്പുരാൻ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്തു തരുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ? അത് നിങ്ങൾ ആലോചിക്കുക, പ്രോപ്പറായിട്ട് ആലോചിക്കുക. ദയവ് ചെയ്ത് ഇനിയും വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഫെബ്രുവരി അവസാനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുകയാണ്. ഇനി മാർച്ച്, ഏപ്രിൽ, 2 മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മര്യാദയ്ക്ക് കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക, കോൺഫിഡൻസോടെ ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എക്സാം ഹാളിലേക്ക് പോവുക. എക്സാം ഹാളിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമ്മൾ തമ്പനയിൽ കണ്ട പോലെ എക്സാം ഹാളിൽ ചെന്നതിന് ശേഷം നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം. ആദ്യമേ ഞാൻ അത് ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞൊരു ലിസ്റ്റോ ഇന്നത് ചെയ്യണ്ടെന്ന് പറഞ്ഞൊരു ലിസ്റ്റോ ഒന്നും അല്ല തരുന്നത്. ഇതിനു മുമ്പ് എൻട്രൻസ് എക്സാം എഴുതി സക്സസ്ഫുൾ ആയിട്ടുള്ള ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ വിദ്യാർത്ഥികളായിട്ട് ഞാൻ അവരുമായിട്ട് ഞാൻ മിക്ക കാര്യങ്ങളും സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുമ്പം എനിക്ക് തോന്നിയ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല ഞാൻ ഷെയർ ചെയ്യാറ്. ഉറപ്പായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ വിദ്യാർത്ഥികളെ കേരളത്തിന്റെ അകത്തും പുറത്തും വളരെ നല്ല ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും, എഞ്ചിനീയറിംഗ് കോളേജുകളിലും പഠിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളെ, ഞാനുമായിട്ട് ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് സംസാരിച്ച് അവരുടെ ഒരു അഡ്വൈസ് എന്ന് തന്നെ ഞാൻ പറയാം, അവരുടെ അഡ്വൈസ് കൂടി എടുത്തിട്ടാണ് ഞാൻ ഇനിയും വരാൻ പോകുന്ന അപ്കമിങ് ഡോക്ടേഴ്സിനോടും ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സിനോടും ഞാൻ സംസാരിക്കാറ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ എക്സാം ഹാളിൽ കയറിയതിനു ശേഷം, എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ആ സമയം നമുക്ക് കുറച്ച് ടെൻഷൻ ആയിരിക്കും. ഞാനും എൻട്രൻസ് എക്സാം എഴുതിയതാണ്. അപ്പൊ എന്തായാലും ആ സമയത്ത് നമുക്ക് കുറച്ച് ടെൻഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ടെൻഷൻ ഒഴിവാക്കാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് വരുന്ന ഒരു 1 hour, ആ സമയത്ത് നിങ്ങൾ ഇക്വേഷൻസോ ബുക്കോ ഒന്നും വായിക്കാൻ നിൽക്കരുത്. ടു ബി ഫ്രാങ്ക്, അതിന് നിൽക്കരുത്. ആ പണിക്ക് നമ്മൾ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം.
ഈ അവസാനത്തെ ആ 1 മണിക്കൂർ കൊണ്ട് നമുക്കിനി എക്സാം ഒന്നും മാറ്റിമറിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. അല്ലാതെ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയി. അങ്ങനെ കോൺഫിഡൻസോടെ നിങ്ങൾ എക്സാം ഹാളിൽ എത്തും. എക്സാം ഹാളിൽ എത്തി അവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്കറിയാം, അവിടെ നമ്മളെ ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മളെ അകത്തോട്ട് കയറ്റി വിടുന്നത്. എക്സാം ഹാളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഒബേ ചെയ്യേണ്ട കുറച്ച് ഡ്രസ് കോഡുകളുണ്ട്. നമ്മൾക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊക്കെ ആയിട്ട് മാത്രം പോകുക. എന്താണോ ആ റൂൾസ് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായി ഒബേ ചെയ്ത് വേണം ആ എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കാൻ. ഇനി 2, എക്സാം ഹാളിൽ എത്തിയതിനു ശേഷം ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സഹവിദ്യാർത്ഥികൾ, സുഹൃത്തുക്കളൊക്കെ ആ എക്സാം ഹാളിൽ ഉണ്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, അവര് എന്ത് ചെയ്യുന്നു, അവര് എന്നെ നോക്കുന്നുണ്ടോ, എനിക്കെല്ലാം അറിയാവോ, എന്നെക്കാളും കൂടുതൽ പഠിച്ചവനാണോ അപ്പുറത്തിരിക്കുന്നത്, ഇനിയും അങ്ങനത്തെ ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ പോകണ്ട. നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ നിങ്ങളെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ സംസാരം ആദ്യം തുടങ്ങിയത്. ആ എക്സാം ഹാളിൽ ഇരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഒരു OMR ഷീറ്റ് ഉണ്ട്. നിങ്ങൾ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസത്തോടെ ആ എക്സാം ഹാളിൽ ഇരിക്കുക. ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്യട്ടെ, ഇൻവിജിലേറ്റർ എന്തെങ്കിലും ചെയ്യട്ടെ, ഇതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല. ഇനി ചിലപ്പോൾ എക്സാമിന് ഇൻ ബിറ്റ്വീൻ ഈ ഇൻവിജിലേറ്റർ നമ്മുടെ അടുത്തേക്ക് എത്താം. ചിലപ്പോൾ അവിടെ ഒരു ഇൻവിജിലേറ്റർ വേറൊരു സ്റ്റുഡന്റിനോട് സംസാരിക്കാം, അവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നടക്കാം, നമുക്കറിയില്ല. ഇതൊന്നും നമ്മളെ ബോധർ ചെയ്യണ്ട. നമ്മുടെ അടുത്തേക്ക് ഒരു കാര്യം വരുന്നു, പ്രോപ്പറായിട്ട് അത് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ എക്സാമിലേക്ക് പോവുക. ഇത് നിങ്ങൾ ഉറപ്പായിട്ട് നിർബന്ധമായിട്ട് നിങ്ങളുടെ കാര്യം നോക്കുക. അയലത്തെ വീട്ടിലെ കാര്യം നോക്കണ്ടെന്ന് നമ്മുടെ നാട്ടിൽ പറയുമല്ലോ. ആ പരിപാടി നിങ്ങൾ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക. 1. രണ്ടാമത്തെ കാര്യം, എന്നും വെച്ച് ആരെയും സഹായിക്കണ്ട, എക്സാം ഹാളിൽ കയറുന്ന ആരെയും സഹായിക്കണ്ട. അതിന് മുമ്പ് നമ്മളിപ്പോ ഒരു ഫ്രണ്ടിനെ കണ്ടു, ആളോട് മിണ്ടണ്ടെന്ന് ഒന്നുമല്ല. നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മിണ്ടാം. കാര്യം നമ്മൾ റിലാക്സ്ഡ് ആവും, ഒരു പ്രശ്നമില്ല. അതൊക്കെ ചെയ്യുന്ന നല്ല കാര്യം തന്നെ. അതൊന്നുമല്ല ഞാൻ പറഞ്ഞ. എക്സാം ഹാളിൽ കയറിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. 1. രണ്ടാമത്, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മുമ്പിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ OMR ഷീറ്റ് എത്തുന്നു. നമുക്കറിയാം ഇതിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. നമുക്കൊരു കൂൾ ഓഫ് ടൈം ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് അതിനൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് വരെ നമ്മൾ സീൽ പൊട്ടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചിരിക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിരിക്കുക. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് തിങ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ സീൽ പൊട്ടിക്കുന്നു. സീൽ പൊട്ടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ആ ബുക്ക്ലെറ്റിൽ മുഴുവൻ പേജുകളുണ്ടോ, എല്ലാ പേജിലും പ്രിന്റ് വന്നിട്ടുണ്ടോ, എല്ലാം ഓക്കെ ആണോ, ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ആണോ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എക്സാം എഴുതി പോകുന്ന കൂട്ടത്തിൽ കുറെ കഴിയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന് അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഞാൻ പറയുകയാണ്, റെയർ ഓഫ് ദ റെയർ കേസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പിന്നെ നമ്മൾ അവിടെ പാനിക് ആവും. നമ്മൾ ആ പണിക്ക് നിൽക്കരുത്. സീൽ പൊട്ടിച്ചതിന് ശേഷം പെട്ടെന്ന് മറിച്ചു. ഇതിനൊന്നും അധികം സമയം എടുക്കരുത്. ഇതൊക്കെ ഒരു 30 സെക്കൻഡ് 1 മിനിറ്റിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഇത് ആഴ്ചകളെടുത്തോ ദിവസങ്ങളെടുത്തോ മണിക്കൂറുകളെടുത്തോ ചെയ്യേണ്ട കാര്യമല്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കുക, പെട്ടെന്ന് നോക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പെട്ടെന്നൊന്ന് കണ്ണ് ഓടിച്ച് വിടാമെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. എന്താണെന്നറിയാമോ, നമ്മൾ പഠിച്ച ഏരിയാസ് ഒക്കെ നമ്മൾ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു BMW കാർ എടുക്കാൻ പ്ലാൻ ചെയ്ത് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കും അത് എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പ്രോപ്പറായിട്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു BMW കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോഴൊക്കെ നമ്മുടെ കണ്ണ് പെടുന്നത് ആ കാറിലേക്കായിരിക്കും. എന്നും വെച്ച് മറ്റു കാറുകൾ അവിടെ പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെയാണ് സ്നേഹിക്കുന്നത്, നമ്മൾ അതിനെയാണ് വിശ്വസിക്കുന്നത്, നമുക്ക് അതിനോടാണ് ഇഷ്ടം. നമ്മൾ അതിനെ കൂടുതൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിൻ അതിനെ ക്യാച്ച് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്, നിങ്ങളുടെ നല്ല കോൺഫിഡൻസ് ഉള്ള ചാപ്റ്റർ ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ആ സമയത്തുള്ളത്. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച, നമ്മൾക്ക് അറിയാവുന്ന സാധനങ്ങൾ നമ്മുടെ കണ്ണ്, നമ്മുടെ ബ്രെയിൻ ഇതിനെ തപ്പിയെടുക്കും, നമ്മുടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ പെട്ടെന്ന് അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ ഒന്ന് നോക്കി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് വിടാവുന്നതാണ്. അടുത്ത കാര്യം, എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മെജോറിറ്റി സ്റ്റുഡൻസും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അവര് പ്രോപ്പർ ആയിട്ട് ഒരു ടൈം സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. പൊതുവേ ചെയ്യാറുള്ളത് 1 hour ഫോർ ബയോളജി, 1 hour ഫോർ കെമിസ്ട്രി, 1 hour ഫോർ ഫിസിക്സ്, അങ്ങനെയാണ് ചെയ്യാറ്. അത് ഡിപ്പെൻസ് ആണ്. ബയോളജിക്ക് 1 മണിക്കൂർ കൊടുത്തു, പക്ഷെ നിങ്ങൾക്ക് 50 മിനിറ്റ് കൊണ്ട് തീർന്നാൽ ഉറപ്പായിട്ടും 50 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുക. അപ്പൊ അത്രയും സമയം കൂടെ നമുക്ക് ഫിസിക്സിനോ കെമിസ്ട്രിക്കോ കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു പ്രോപ്പർ സ്പ്ലിറ്റ് അപ്പ് വെക്കുക. 1 hour ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി ആദ്യത്തെ 1 hour നിങ്ങൾ ബയോളജിക്ക് കൊടുക്കുന്നു. പൊതുവെ സ്റ്റുഡൻസ് ചെയ്യുന്ന കാര്യമാണ്, ബയോളജിക്കാണ് കൊടുക്കാറ്. അത് ഞാനും ഒഫൻഡ് ചെയ്യാറില്ല, നല്ല കാര്യമാണെന്ന് എന്റെ സജഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് പോലെ കെമിസ്ട്രി പോലെ ഒരു ഡിഫിക്കൽട്ട് ചാപ്റ്റർ ആദ്യം നോക്കി, അല്ലെങ്കിൽ സബ്ജക്ട് ആദ്യം നോക്കി നമ്മുടെ കോൺഫിഡൻസ് നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ ബയോളജി സബ്ജക്ട് പ്രോപ്പർ ആയിട്ട് അത് ആദ്യം അറ്റൻഡ് ചെയ്യുക. തിയറി ക്വസ്റ്റ്യൻസ് മെജോറിറ്റി,
അപ്പൊ നമുക്ക് ടപ്പേന്ന് ഇത് ചെയ്തു പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം ബയോളജിയിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് കെമിസ്ട്രിയിലേക്ക് സ്വിച്ച് ചെയ്യാം. ആൻഡ് ഫൈനലി നിങ്ങൾ എവിടേക്ക് എത്തുന്നു? ഫിസിക്സിലേക്കാണ് എത്തുന്നത്. ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്, പക്ഷെ എങ്കിൽ പോലും ഞാനും പറയുന്നത് ഫിസിക്സ് ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് ഇങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇഫ് യു ആർ കോൺഫിഡന്റ്, വെരി കോൺഫിഡന്റ് ഇൻ ഫിസിക്സ്, നിങ്ങൾക്ക് ആദ്യം ഫിസിക്സ് ഓപ്റ്റ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ഞാൻ എൻട്രൻസ് എക്സാം എഴുതാൻ നേരത്ത് എന്നോട് ആരൊക്കെ ഏതൊക്കെ സബ്ജക്ട് നോക്കാൻ പറഞ്ഞാലും പൊതുവെ ഞാൻ എൻട്രൻസ് എഴുതുമ്പോൾ മാത്സിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സബ്ജക്ട് മാത്സ് ആയിരുന്നു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സബ്ജക്ട് ഉറപ്പായിട്ട് എടുക്കുക, അതൊരു തെറ്റുമില്ല. പക്ഷെ പൊതുവെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ പേഴ്സണൽ ഫേവറേറ്റ് സബ്ജക്ട് ബയോളജി ആയിരിക്കും. സോ ബയോളജി ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് കെമിസ്ട്രിയിലേക്ക് എത്തുന്നു. കെമിസ്ട്രിയിലേക്ക് എത്തുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഫിസിക്സിനേക്കാളും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണും. കെമിസ്ട്രിയിലേക്ക് എത്തുമ്പോൾ ഫിസിക്സിനേക്കാളും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ്, മെജോറിറ്റി ക്വസ്റ്റ്യൻസ് തിയററ്റിക്കൽ ആവാറുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻ അല്ല, കമ്പയർഡ് ടു ഫിസിക്സ് കെമിസ്ട്രിക്ക് തിയറി ക്വസ്റ്റ്യൻസ് കൂടാറുണ്ട്. അപ്പം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് അത് ചെയ്ത് തീർക്കാൻ പറ്റും. ഇവിടെയൊക്കെ സേവ് ചെയ്യുന്ന ടൈം നമുക്ക് ആർക്ക് കൊടുക്കാം? ഫിസിക്സിന് കൊടുക്കാൻ പറ്റും. അതാണ് എന്റെ പോയിന്റ്. ഇനി അടുത്ത നിങ്ങൾ ഫിസിക്സിലേക്ക് എത്തുന്നു. ഫിസിക്സിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം 45 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പൊ ഈ 45 ക്വസ്റ്റ്യനിൽ ഉറപ്പാണ് ഒരു 12 തൊട്ട് 15 വരെ എങ്ങനെയായാലും മോർ ദാൻ 10+ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്യുവർ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒറ്റ വായനയിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ ടൈം അധികം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. എന്നും വെച്ച് ധൃതി കാണിച്ച് മണ്ടത്തരങ്ങൾ കാണിക്കാനും പാടില്ല. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്തു വിടുക. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം ലാസ്റ്റ് ചെയ്യാം എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു, ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യണം എന്നല്ല, ഇതിൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇത് വേണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് എക്സാമിന് ഒരാഴ്ച മുമ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചത് നമുക്ക് എക്സാമിന് മുമ്പായിട്ട് പറഞ്ഞാൽ പോരെയെന്ന്. പക്ഷെ ഇത് മുൻകൂട്ടി ചെയ്തത് വേറെ ഒന്നിനു വേണ്ടിയല്ല, അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ഡിഫറന്റ് മോക്ക് സീരീസുകൾ, കേരളത്തിന് പുറത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മോക്ക് സീരീസുകൾ നിങ്ങൾ എഴുതുന്നുണ്ടായിരിക്കും. ഉറപ്പായിട്ടും അത് എഴുതണം എന്നാണ് എന്റെ അഭിപ്രായം. ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതുകൊണ്ട് ഇന്ന മോക്ക് സീരീസ് മാത്രം ഒന്നും ഇല്ല. നമുക്ക് ഏത് മോക്ക് സീരീസ് ഒക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എഴുതി നോക്കാവുന്നതാണ്. അപ്പൊ ഈ മോക്ക് സീരീസിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓരോ എക്സാമിനും ഡിഫറെന്റ് മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടൊരു മോഡൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് മുൻകൂട്ടി തന്നെ ചെയ്തത്. അപ്പൊ അതൊന്ന് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി ഫിസിക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആദ്യം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. അത് കഴിഞ്ഞ് വേണം എന്ത് ചെയ്യാൻ? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഓർഡറിൽ തന്നെ പോകണമെങ്കിൽ അങ്ങനെ പോകാം, അതിനകത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്ത് വെക്കുക, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ഒരു കാര്യം ഓർത്ത് വെക്കുക, ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ പെട്ടു എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ അതിൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ഉചിതം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതായത് അതിൽ പെട്ട് അവിടെ കിടന്ന് നമ്മുടെ കുറെ സമയം അതിലേക്ക് കൊണ്ടിട്ട് നശിപ്പിച്ച് കളയുന്നതിൽ നല്ലത് ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, നമ്മുടെ കോൺഫിഡൻസ് അവിടെ നശിപ്പിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക, നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, ഈ OMR ഷീറ്റ് മാർക്ക് ചെയ്യുമ്പോൾ, ബബിൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പൊ നിങ്ങൾ സപ്പോസ് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ചെയ്തു, 11ാമത്തേത് സ്കിപ്പ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചെയ്ത 10 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് 11ാമത്തേതിലേക്ക് നമുക്ക് പോകാം. അതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, മുഴുവനും മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം, മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്ത് ഓപ്ഷൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഒന്നിച്ച് മാർക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ മാർക്കിംഗ് എവിടെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അത് ഉറപ്പായിട്ടും നമ്മളെ ബാധിക്കുന്നതായിരിക്കും. നമ്മുടെ മുഴുവൻ എക്സാമിനെയും ബാധിക്കുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 4-5 ക്വസ്റ്റ്യൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തു, എന്നിട്ട് നിങ്ങൾ 11ാമത്തെ ക്വസ്റ്റ്യൻ സപ്പോസ് സ്വിച്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതുവരെ ഉള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബബിൾ ചെയ്ത് വെക്കാം. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ സ്വിച്ച് ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ പോലും ഒരു 10 ആയി കഴിയുമ്പോൾ വേണമെങ്കിൽ ടപ്പേന്ന് ബബിൾ ചെയ്യുക. അപ്പൊ ആ ബബിളിങ്ങിനുള്ള സമയം അധികം എടുക്കുന്നില്ല, ബബിൾ ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുന്നു. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല, നിങ്ങൾ എഴുതാൻ പോകുന്ന പല മോക്ക് സീരീസിൽ നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് പ്ലാൻ ചെയ്ത് നോക്കാവുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ ഒരുപാട് കീവേഡ്സുകൾ ഉണ്ടായിരിക്കും. ഈ കീവേഡ്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് കറക്റ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ 1ാമത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റ് ആയിരിക്കും. നമ്മളപ്പം കറക്റ്റ് ആണെന്നുള്ള ചിന്താഗതിയിൽ എടുത്തു വെച്ച് മാർക്ക് ചെയ്യും. ചെയ്യാൻ പാടില്ല.
അപ്പൊ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചതെന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ അണ്ടർലൈൻ ചെയ്യാൻ ഇനി അത് ബുദ്ധിമുട്ടാണ്, നമുക്ക് അതിനുള്ള സമയമില്ല, അത് ചെയ്യാൻ പാടില്ല എന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, ആ നോട്ട് കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒന്ന് ഉറപ്പിച്ചു വെക്കുക. അതാണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഉറപ്പായിട്ട് ശക്തമായി അതിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെക്കുക. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ എടുത്ത് വെച്ച് കറക്റ്റ് കുത്തരുത് എന്ന അങ്ങനത്തെ കീവേഡുകൾ, നോട്ട് കറക്റ്റ്, ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ഈ മാച്ച് ദ ഫോളോയിങ്ങുകൾ വന്നാൽ അതൊക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പൊ നിങ്ങൾക്കറിയാം 4 മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഓപ്ഷനുകളുടെ, അതായത് ഒന്നാമത്തെ കോളത്തിൽ കിടക്കുന്നവന്റെയും രണ്ടാമത്തെ കോളത്തിൽ കിടക്കുന്നവന്റെയും മാച്ചിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഓപ്ഷൻ കിട്ടും. കാര്യം 1 P 2 Q ആണെങ്കിൽ ചിലപ്പോൾ പിയും ക്യൂവും 1 പിയും 2 ക്യൂ അല്ലെങ്കിൽ 1 സിയും 2 ഡിയും വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അതിനകത്ത് കാണത്തുള്ളൂ. പിന്നെ 3 4 ചെയ്യാൻ നിൽക്കേണ്ടി വരത്തില്ല. അപ്പൊ അതൊന്ന് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കാം, നമുക്ക് ആ കാര്യങ്ങളോടൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ ഇപ്പം പണ്ട് ഞാൻ എന്റെ ഒരു സ്റ്റുഡന്റുമായിട്ട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞൊരു കാര്യമാണ്, അതായത് പ്രൊജക്ടൈലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവര് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് ആംഗിൾ വിത്ത് വെർട്ടിക്കൽ ആയിരുന്നു. അപ്പൊ അതായത് ആംഗിൾ വിത്ത് വെർട്ടിക്കൽ 60 ഡിഗ്രി എന്ന് തന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ധൃതി കാണിച്ച് ശ്രദ്ധയില്ലാതെ എഴുതുന്ന ഒരാൾ ഉറപ്പിച്ചു വെച്ചോളൂ ആ 60 ഡിഗ്രി എന്നുള്ളത് ഹൊറിസോണ്ടൽ ആക്കി അറിയാതെ എടുത്ത് എക്സാം എഴുതിപ്പോ ഞാനും ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മളും പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ആംഗിൾ പ്രൊജക്റ്റഡ് 60 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ, പക്ഷെ നമ്മൾ പെട്ടെന്ന് 60 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ എന്നുള്ള മനസ്സിലേക്ക് ചിന്തിക്കാതെ അത് ഹൊറിസോണ്ടൽ ആണെന്നുള്ള ധാരണയിൽ ചെയ്തു പോകും. എഴുതി വെച്ചോ, മോസ്റ്റ്ലി ആ തെറ്റിച്ച് നമ്മൾ എടുക്കുന്ന ആംഗിളിന്റെ ഓപ്ഷൻ ഒന്നാമത്തെ രണ്ടാമത്തേത് കാണും. ഇത് നമ്മൾ പെട്ടെന്ന് കണ്ണിപ്പെടുകയും ചെയ്യും, എടുത്തു വെച്ച് കുത്തുകയും ചെയ്യും, നെഗറ്റീവ് അടിച്ചു. അപ്പം അവിടുത്തെ കീവേഡ് എന്താ, ആംഗിൾ വിത്ത് വെർട്ടിക്കൽ എന്നാണ്. അപ്പൊ അതൊന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ അത് നമ്മളൊന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക. ആംഗിൾ വിത്ത് വെർട്ടിക്കൽ ആണ് തന്നിരിക്കുന്നത്, പക്ഷെ നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ അങ്ങനത്തെ കീവേഡുകൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ ബയോളജിയിലും കെമിസ്ട്രിയിലും ഉണ്ട്. എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ അറിയില്ല. ഫിസിക്സിനെ പറ്റിയാണ് ഞാനിപ്പോ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കുക. അത് മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ പോകുന്ന മോക്ക് സീരീസിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ OMR ബബിളിങ്ങിനെ പറ്റി പറഞ്ഞു, എക്സാം ഹാളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റി പറഞ്ഞു. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തു പോവുക. എക്സാം എങ്ങനെ പ്ലാൻ ചെയ്യാം, അതായത് ടൈമിംഗ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഇങ്ങനെ എക്സാം എഴുതി പോകുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നമ്മളുടെ അടുത്തേക്ക് എത്തുന്നു, ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ പെടുന്നു, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവുന്നു. മേ ബി നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു പർട്ടിക്കുലർ ടോപ്പിക് ആയിരുന്നായിരിക്കാം അത്, പക്ഷെ ആ ക്വസ്റ്റ്യൻ ഈ വർഷം അങ്ങ് ഡിഫിക്കൽട്ട് ആയി പോയി, നമുക്കൊട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ ചിലര് ഇത് എന്റെ ഫേവറേറ്റ് ടോപ്പിക് ആണ്, ഇത് ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള വാശി കാണിക്കാറുണ്ട്. എക്സാം ഹാൾ വാശി കാണിക്കാനുള്ള സ്ഥലമല്ല, ബുദ്ധി ഉപയോഗിക്കാനുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്കത് ടൈം കൺസ്യൂമിങ് ആവുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് സ്കിപ്പ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. രണ്ടാമത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവുകയും ടെൻഷൻ ആവുകയും ചെയ്യാറുണ്ട്. അതുണ്ടാവാൻ പാടില്ല. കാര്യം നമുക്കുള്ളത് ഇനിയും വരാനുണ്ട് എന്ന ചിന്ത വരിക. ഇനി പെട്ടെന്നൊന്ന് ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഒന്ന് കണ്ണടച്ച് കൂളായി, നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് തരുന്ന 1-2 ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ട്, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കാം. അവരെ ഒന്ന് ഓർക്കുക, ദൈവം തമ്പുരാനെ ഒന്ന് ഓർക്കുക, സമാധാനത്തോടെ കൂളായിട്ട് ഇതിന് എക്സാം എഴുതാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് എക്സാം ഹാളിൽ പോകാമെങ്കിൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, എക്സാം ഹാൾ അത് നിങ്ങളുടെ മാത്രം സ്പേസ് ആണ്. നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലം നിങ്ങളുടെ മാത്രം സ്പേസ് ആണ്. അവിടേക്ക് നിങ്ങളെ തേടി ആരും ഇടിച്ചു കയറി വരുന്നില്ല. നിങ്ങൾ മറ്റുള്ളവരിലേക്കും പോകാതിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, എക്സാം അടിപൊളിയായിട്ട് എഴുതുക. അപ്പൊ ഞാൻ ഈ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇനിയും വരുന്ന എക്സാംസിലും ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതെല്ലാം അതേപോലെ തന്നെ നിങ്ങൾ നോക്കണം എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് മാക്സിമം ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മോക്ക് സീരീസിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ മക്കളെ, എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.